ഹലോ. വെബ്സൈറ്റുകൾ മോർ അട്രാക്റ്റീവ് ആയിരിക്കാൻ അതിൽ പലതരം ഷാഡോ ഇഫക്റ്റുകൾ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഷാഡോ എഫക്റ്റ് കൊടുക്കുകയെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമില്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഷാഡോ ഇഫക്റ്റുകൾ കൊടുക്കുകയെന്ന് നോക്കാം. CSSന്റെ ഷാഡോ എന്ന പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇതൊക്കെ സാധ്യമാവുന്നത്. ഷാഡോ എന്ന് പറയുന്നത് ശരിക്ക് രണ്ട് ടൈപ്പായിട്ടാണുള്ളത്. ഒന്ന് ടെക്സ്റ്റ് ഷാഡോയും അടുത്തത് ബോട്ട് ഷാഡോയും ആണുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെബ്സൈറ്റുകളിൽ ടെക്സ്റ്റുകൾ, ഫോണ്ടുകൾ കണ്ടിട്ടില്ലേ? ഈ ഫോണ്ടുകൾക്കാണ് ഷാഡോ എഫക്റ്റ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് ടെക്സ്റ്റ് ഷാഡോ എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റ് ഷാഡോ എന്ന പ്രോപ്പർട്ടിയിൽ ഒരു ഷാഡോ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടുള്ള വാല്യൂസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം അത് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഷാഡോയിൽ വരുന്ന കളേഴ്സ് കുറച്ച് മങ്ങിയ കളേഴ്സ് ആയിരിക്കില്ലേ? അപ്പോൾ ഇങ്ങനത്തെ കളേഴ്സ്, ഒപ്പാസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ബോട്ട് ഷാഡോ എന്താണെന്ന് നോക്കാം. ബോട്ട് ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എലമെന്റിനാണ് ഷാഡോ എഫക്റ്റ് കൊടുക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമ്മൾ ബോട്ട് ഷാഡോ എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഈ ബോട്ട് ഷാഡോയ്ക്ക് നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടൊക്കെ വാല്യൂസ് സെറ്റ് ചെയ്യാം. അതനുസരിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ഈ ഷാഡോനെ വെർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലൊക്കെ ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ ബോട്ട് ഷാഡോയിലും നമുക്ക് കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ലൈറ്റ് ഷെയ്ഡും അതുപോലെ ഡാർക്ക് ഷെയ്ഡൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. HTML എലമെൻറ്റുകൾക്ക് എങ്ങനെ ഒരു ഷാഡോ എഫക്റ്റ് കൊടുക്കാം എന്നാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. രണ്ട് ടൈപ്പ് ഷാഡോയാണ് മെയിനായിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ ഷാഡോ ആയിട്ടുള്ള ടെക്സ്റ്റ് ഷാഡോയാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു H1 എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ഷാഡോ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ഷാഡോ. ഇനി ഇതിന് നമുക്ക് സ്റ്റൈലിൽ പോയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് കൊടുക്കാം. ഇനി H1 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ പ്രോപ്പർട്ടീസ് കൊടുക്കാം. ആദ്യം ഒരു കളർ കൊടുക്കാം കേട്ടോ. ഇനി H1 എലമെൻറ്റിന് ഷാഡോ കൊടുക്കാനായിട്ട് ടെക്സ്റ്റ് ഷാഡോ എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ടെക്സ്റ്റ് ഷാഡോ എന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയിട്ട് ആദ്യം വരുന്ന വാല്യൂ ഹൊറിസോണ്ടൽ ഓഫ്സെറ്റ് ആണ്. നെക്സ്റ്റ് വെർട്ടിക്കൽ ഓഫ്സെറ്റ്. ഹൊറിസോണ്ടൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കൊടുക്കുന്നത് ഹൊറിസോണ്ടൽ വാല്യൂ ആണ്. ഈ ഹൊറിസോണ്ടൽ വാല്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മാറ്റുമ്പോൾ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും ടെക്സ്റ്റ് നീങ്ങുക, ഷാഡോ നീങ്ങുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ 100 കൊടുത്തു നോക്കി. അപ്പോൾ പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് റൈറ്റ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ നെഗറ്റീവ് വാല്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഷാഡോ ലെഫ്റ്റ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും മൂവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്കുള്ള വാല്യൂ. വെർട്ടിക്കൽ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണോ താഴേക്ക് വാല്യൂസ് പോകേണ്ടതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 100 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ താഴേക്കാണ് ആ ഷെയ്ഡിങ് പോയി കിടക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ മുകളിലേക്ക് പോവും, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ താഴേക്ക് വരും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഷെയ്ഡിൻ്റെ കളർ നമുക്ക് സാധാരണ കളർ തന്നെയാണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. ഇനി വേറെ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കണം, ബ്ലാക്ക് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഷെയ്ഡ് ബ്ലാക്ക് കളറിൽ വന്നു. ഒരു ചെറിയ വാല്യൂ കൊടുക്കാം, 5. ഓക്കെ. ആ ഒരു കളറിൻ്റെ ഷെയ്ഡിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആയിട്ടാണ് നമുക്ക് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വാല്യൂ, വെർട്ടിക്കൽ ആയിട്ടുള്ള വാല്യൂ, ഒരു കളറും സെറ്റ് ചെയ്തു. ഇനി കളർ സെറ്റ് ചെയ്തപ്പോൾ ബ്രൈറ്റ്നെസ് ആയിട്ടാവും കിടക്കുന്നുണ്ടാവുക. ഷെയ്ഡിങ് എഫക്റ്റ് വരുമ്പോൾ നമുക്കൊരു ബ്ലർ ആയിട്ടുള്ള എഫക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ആ എഫക്റ്റ് വരാനായിട്ട് നമ്മളിവിടെ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. 10 പിക്സൽ എന്ന് പറഞ്ഞ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാല്യൂ കൊടുത്തപ്പോൾ നോക്കിയാൽ ഒരു ബ്ലർ എഫക്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ മൂന്നാമത് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു ഇമേജിന് ഷെയ്ഡിങ്ങിന് ബ്ലർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മൂന്നാമത് കൊടുക്കുന്ന വാല്യൂ കൂട്ടണതിനും കുറയ്ക്കണതിനും അനുസരിച്ച് നമുക്ക് ബ്രൈറ്റ്നെസ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. 5 ആണ് കൊടുക്കുന്നതെങ്കിൽ ഉണ്ടോ ഷെയ്ഡിങ് കൂടി. ഇനി 10 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറയും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ടെക്സ്റ്റ് ഷാഡോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബോട്ട്സ് ഷാഡോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ബോട്ട് ഷാഡോ എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിന് ഷെയ്ഡിങ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബോട്ട്സ് ഷാഡോ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ആ എലമെൻറ്റിന് ഒരു ഹൈറ്റും വിഡ്ത്തും കൊടുക്കാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമുക്കൊരു എലമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ എലമെൻറ്റിനാണ് ഷെയ്ഡിങ് എഫക്റ്റ് കൊടുക്കുന്നതെങ്കിൽ ബോട്ട്സ് ഷാഡോ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുക. അത് കൊടുക്കാം. ബോട്ട്സ് ഷാഡോ. ബോട്ട് ഷാഡോയുടെ ആദ്യത്തെ വാല്യൂ ആയിട്ട് ഹൊറിസോണ്ടൽ ഓഫ്സെറ്റിൻ്റെ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ 5 എന്ന് കൊടുത്തു. ഇനി വെർട്ടിക്കൽ ഓഫ്സെറ്റിൻ്റെ വാല്യൂ ആയിട്ട് 5 പിക്സൽ കൊടുത്തു. നെക്സ്റ്റ് ഒരു കളർ കൊടുക്കാം, ബ്ലാക്ക്. ഉണ്ടോ? ഇപ്പോൾ
നമുക്ക് ഷെയ്ഡിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഓഫ്സെറ്റിൻ്റെ വാല്യൂ മാറ്റുന്നതിനനുസരിച്ചിട്ട് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ആണ് മൂവ് ചെയ്യുക. പോസിറ്റീവ് വാല്യൂസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് റൈറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും മാറുക, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ലെഫ്റ്റ് ഡയറക്ഷനിലേക്കായിരിക്കും മാറുക. ഇനി ഇതുപോലെ തന്നെ ഇവിടെ അടുത്ത വാല്യൂ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് ഉള്ളതാണ്. വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് വാല്യൂ മാറ്റി കൊടുക്കുമ്പോൾ താഴേക്കും മുകളിലേക്കും ആയിട്ടായിരിക്കും മാറുക. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ താഴേക്കും, നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ മുകളിലേക്കും ആയിരിക്കും മാറാം. ഇനി നമുക്ക് 5 തന്നെ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ബ്ലർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തൊരു വാല്യൂ കൊടുത്തു, 10 പിക്സൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലർ എഫക്റ്റ് കിട്ടി. ഇതുപോലെയാണ് ഒരു എലമെൻറ്റിന് ബോട്ട് ഷാഡോ എന്ന പ്രോപ്പർട്ടി വെച്ചിട്ട് ഷെയ്ഡിങ് എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, ടെക്സ്റ്റിനും എലമെൻസിനും എങ്ങനെ ഷെയ്ഡിങ് എഫക്റ്റ് കൊടുക്കാമെന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CSSലെ ഷാഡോ എന്ന പ്രോപ്പർട്ടീനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. അതിൽ തന്നെ ടെക്സ്റ്റ് ഷാഡോ എന്താണ്, ബോത്ത് ഷാഡോ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഷാഡോ എഫക്റ്റുകൾ കൂടുതൽ റെഫർ ചെയ്ത് നോക്കി പഠിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള ഷാഡോ എഫക്റ്റുകൾ കൂടുതൽ നിങ്ങളുടെ വെബ്സൈറ്റുകളിൽ മോർ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.